ഞാനിപ്പോ നൈസ് പത്തിരി ഉണ്ടാക്കാറില്ല കേട്ടോ. ഒരു ദിവസം ഞാൻ പത്തിരി ഉണ്ടാക്കുമ്പോൾ എന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഷിറിൻ, ആള് ബംഗ്ലാദേശുകാരിയാണ്. ഷിറിൻ എന്നോട് പറഞ്ഞു, ഈ വിഭവം ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കാറുണ്ടല്ലോ. കേട്ടപ്പോൾ ഞാൻ കരുതിയത് നൈസ് പത്തിരി ആവില്ല, എന്തായാലും അരിപ്പൊടി കൊണ്ടുള്ള വേറെന്തെങ്കിലുമൊക്കെ വിഭവമായിരിക്കാം. കാരണം നൈസ് പത്തിരി നമ്മളുടെ നാട്ടിലത്തെ അല്ലെങ്കിൽ ഒരു മലബാർ ക്യൂസിൻ ആണല്ലോ. ആണോ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. നിങ്ങളും എന്നെ പോലെ വിശ്വസിച്ചിരുന്ന ഒരാളാണോ? എന്നാൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും, നൈസ് പത്തിരി കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോയതാണോ, അവിടെ നിന്ന് കേരളത്തിലേക്ക് വന്നതാണോ, ഈ വേറെ ഏതെങ്കിലും നാട്ടിലൊക്കെ ഇതുപോലെ നൈസ് പത്തിരി ഉണ്ടാക്കാറുണ്ടോന്ന്. എന്തായാലും ഷിറിൻ്റെ നൈസ് പത്തിരി റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ പത്തിരി ഉണ്ടാക്കാനായിട്ട് അജ്മീയുടെ നല്ല അടിപൊളി പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1.5 ഗ്ലാസ് പൊടി ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ഒരു പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. മെഷർ ചെയ്തിട്ടൊന്നുമല്ല കേട്ടോ വെക്കുന്നത്. ഈ പ്ലാന്റ്സ് കണ്ടോ, എൻ്റെ ബ്രദറും ഫാമിലിയും നാട്ടിൽ പോയപ്പോൾ നോക്കി വളർത്താൻ എൻ്റെ തന്നിട്ട് പോയതാണ് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, എന്താവും അറിയില്ല, എന്തായാലും നോക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഷിറിൻ അതിൽ നിന്ന് കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും എടുത്തു വെച്ച അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ढककर रखना है। ठीक है। കുറച്ചു നേരം അടച്ചു വെക്കണം എന്നാണ് കേട്ടോ ആള് പറഞ്ഞത്. ഇനി നല്ലപോലെ കുക്കായി വന്ന ആ മാവിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുന്നു. നല്ല സോഫ്റ്റ് ആവാൻ നല്ല ചൂടോടെ നന്നായി കുഴച്ചെടുക്കുന്നതെന്നാണ് ഷിറിൻ പറയുന്നത് കേട്ടോ. എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്ന പത്തിരി പോലെയൊക്കെ തന്നെയാണ് ആളും ഉണ്ടാക്കുന്നത്. गरम नहीं ऐसा करेंगे तो उसका अंदर हार्ड हो जाएगा। हार्ड होने से चपाती अच्छा नहीं होगा। അപ്പോൾ നല്ല സോഫ്റ്റ് പത്തിരിമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചപ്പാത്തിയൊക്കെ പരത്തുന്ന ഒരു കല്ലെടുത്തിട്ട് കുഴച്ച് വെച്ച ആ മാവിനെ ഓരോ വലിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വലിയ വലിയ ബോൾസ് ആയിട്ടാണ് ആൾ ഉരുട്ടിയെടുക്കുന്നത്. ഷിറിൻ കല്ലിൽ തന്നെയാണ് പരത്തുന്നത്. എൻ്റെ കയ്യിൽ പത്തിരി പരത്തുന്ന പ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്ക് അത് യൂസ് चपाती बनाने का प्रेस हमारे देश में तो ऐसा नहीं है ना। പ്രസ് ऐसा प्रेस नहीं है। वो रोटी मेकर है लेकिन वो तो सब यूज नहीं करता है ना। ठीक है, रोटी मेकर है। रोटी मेकर है, बहुत कम लोग यूज करता है, ऐसे ही बनाता है, ये अच्छा होता है ना। കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി പരത്തി എടുക്കുന്നതാണ് നല്ലതെന്നാണ് ഷിറിൻ പറയുന്നത് കേട്ടോ. റൊട്ടി മേക്കർ നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്, പത്തിരി പരത്തുന്ന പ്രസ് അങ്ങനെ കണ്ടിട്ടില്ല എന്നാണ് ആള് പറയുന്നത്. എന്തായാലും നമ്മളെ നാട്ടിലൊക്കെ എളുപ്പപ്പണിക്ക് ഇപ്പോൾ പത്തിരി പ്രസ്സല്ലേ ഉപയോഗിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. കുറച്ച് പത്തിരിയൊക്കെ പരത്തി വെച്ചിട്ട് പിന്നെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് അവിടെ പരത്തുന്നുണ്ട് ഇടയിൽ കൂടെ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള നൈസ് പത്തിരി തന്നെയാണ് കേട്ടോ ആളുണ്ടാക്കിയെടുത്തിട്ടുള്ളത്.
आपके देश में इसको क्या बोलेगा? रोटी बोलते राइस का रोटी। हैं, राइस हमारे चाल देश का में रोटी बोलते हैं, क्या बोलेगा? चाल का रोटी। चाल मतलब अरे राइस। नहीं, राइस को चाल बोलता है बांग्ला में। हमारे वहाँ इसको नाइस पत्री बोलेगा. ഇവര് നാട്ടിൽ ഇതിനെ ചാൽ ക റൊട്ടി എന്നാണ് പറയുന്നത് ഇത്രേ. ബംഗ്ലാദേശ് ലാംഗ്വേജിൽ ചാൽ എന്നാൽ റൈസ്, അരി എന്നാണ് മീനിങ്. അപ്പോൾ പത്തിരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊള്ളി വരുന്നുണ്ട് കേട്ടോ. സംഭവം ഉണ്ടാക്കി വന്നപ്പോൾ നമ്മളെ നാട്ടിലെ നൈസ് പത്തിരി തന്നെയാണത്, പേര് മാത്രം വ്യത്യാസം. ഇതാ ഞാൻ ആദ്യം പറഞ്ഞത്, നൈസ് പത്തിരി ഞാനിപ്പോൾ ഉണ്ടാക്കാറില്ല എന്ന്. ഷിറിന് നമ്മളുടെ നാട്ടിലത്തെ സാമ്പാറാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ റെസിപ്പിയൊക്കെ പഠിപ്പിച്ചു തരാൻ പറഞ്ഞിരിക്കുകയാണ് എന്നോട്. അപ്പോൾ ലഞ്ചിന് ഉണ്ടാക്കിയ കുറച്ച് ചിക്കൻ കറി ഉണ്ട് കേട്ടോ. ഞാനപ്പോൾ ചിക്കൻ കറി കൂട്ടിയിട്ട് പത്തിരി കഴിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.